ചുറ്റും കാടാണ് കേട്ടോ, വള്ളിക്കെട്ടലിലുള്ള കാടുകളാണ്. ഈ ക്ഷേത്രത്തിന് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അത്യാവശ്യമായിട്ടാണ് ഇവിടെ ബാനർ അടിച്ച് വെച്ചിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഈ ക്ഷേത്രത്തിനും എത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 1 രൂപയാണെങ്കിൽ 1 രൂപ ഈ ക്ഷേത്രത്തിൽ, നമ്മൾ കാണിച്ചു തരുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അത് ഒരുപാട് പേര് അതുപോലെ കയ്യൊപ്പോടുകൂടി ചെയ്യുമ്പം അത് കുറച്ചും കൂടി അതിന് ഫലം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ചുറ്റും കാടാണ്, അനന്തങ്കാട് എന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ വള്ളിക്കെട്ട, മൊത്തം വള്ളിക്കെട്ട. നോക്കട്ടെ, വള്ളിക്കെട്ട് കൊണ്ടുള്ള കളിയാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലായി ക്ഷേത്രം വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാരെ ക്ഷണിച്ചു വിളിച്ചിട്ടൊന്നും നമ്മളിപ്പോൾ ഇത് പറയാണ്ട് നമ്മൾ ആരോടും അറിയാതെ വന്നതല്ലേ, പിന്നെ ഈ നട്ടുച്ച സമയമല്ലേ, അതുകൊണ്ട് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലെന്ന്. നമ്മളിവിടെ ഭഗവതി ക്ഷണിച്ച് വന്നു, നമ്മൾ കാണാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് ഇവിടെ അതിൻ്റെ അധികാരികളാരും ക്ഷണിച്ച് വന്നതല്ല. പിന്നെ നമ്മളെ പോക്ക് അറിയാലോ, നമ്മൾ ക്ഷണിക്കാതെ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും. ഇപ്പം 5 വർഷമായിട്ട് നമ്മൾ ക്ഷണിക്കാതെ തന്നെയാണ് ഓരോ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അതിന് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്നും പെർമിഷൻ തരാതെ ഇരുന്നിട്ടില്ല. ഒന്നുകിൽ ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രഭാരവാഹികൾ തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ആരുമില്ല, ഞാൻ മടങ്ങുവാന്നേ. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നീലേശ്വരം പുഴ കാണാം. ആ പുഴക്ക് വേറെ പേരുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നല്ല AC നോക്കത്തെ കാറ്റാണ്. തൊട്ട അങ്ങോട്ട് പാടം കണ്ടെങ്കിൽ ആദ്യം പാടം കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, നല്ല ഗ്രാമപ്രദേശം ആണ് പാടം. കണ്ട,
അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു പുഴയാണ്. അടിപൊളി പുഴ. കണ്ട സംഭവം അങ്ങനെ സൂപ്പറല്ലേ? അതൊന്ന് പുഴ. ഇത് 3 പ്രദേശത്തെ ആൾക്കാരെ നടത്തുന്നതാണ് ഈ ഉത്സവവും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിന് 3 പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് അനുവാദമില്ലാതെ ഇവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുവാന്നേ. നല്ല നമസ്കാരം. ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്.